അപ്പൊ നമ്മൾ പറയുന്നത് പ്രോജക്ട് ടൈഗർ ആണ്. പ്രോജക്ട് ടൈഗർ എന്താന്ന് പറഞ്ഞു? ടൈഗർ പോപ്പുലേഷനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. അതിന്റെ കീഴിൽ ചെയ്ത് പുതിയ ടൈഗർ റിസർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കോർ ബഫർ സ്ട്രാറ്റജിയിലാണ് ടൈഗർ റിസർവ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കോർ ഏരിയയിലേക്ക് ഒന്നും കൺസ്ട്രക്ഷൻ പോലും പറ്റാത്ത രീതിയിൽ ബഫർ സോണിലാവാം, പക്ഷെ ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജീവിത രീതികളായിരിക്കും അവിടെ ഉണ്ടാവേണ്ടത്. ടൂറിസം കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ്, ബഫർ സോണിലോട്ടാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രൈപ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. GPS ഒക്കെ ഉപയോഗിച്ച രീതിയിലാണ് ജിയോ ടാഗ് ചെയ്യാൻ വേണ്ടി, ഫോട്ടോ എവിഡൻസ് അങ്ങനെയാണ് അതിന്റെ കണക്കെടുപ്പൊക്കെ നടത്തുന്നത്. ടൈഗർ സെൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ ഇൻഡിപെൻഡന്റ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട് ടൈഗർ ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. ആന്റി പോച്ചിങ് ഓപ്പറേഷൻസ് വേട്ടയാടുന്നൊക്കെ തടയാൻ വേണ്ടിയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയുള്ള മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഈ ബേർഡ് പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കാം. ഈ ബേർഡ് പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബേർഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം സാധ്യതയുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് UAV എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ഇതിനെ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് അവര് പ്രോജക്ട് ടൈഗറിന്റെ കീഴിൽ ചെയ്ത ഒരുപാട് പെട്ട പ്രോഗ്രാമുകളാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടൈഗർ പോപ്പുലേഷൻ നല്ല കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മള് ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ടൈഗർ സെൻസസ് വരാറുണ്ട്, പിന്നെ ടൈഗർ എസ്റ്റിമേറ്റ് നടത്താറുണ്ട്. അങ്ങനെ 5th എസ്റ്റിമേറ്റിൽ വന്ന പ്രധാനപ്പെട്ട കീ ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം 3167 ആണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് 200 ആയിരുന്നെങ്കിൽ 2008 ഇത്രയും കൂടുതലായിട്ടുണ്ട്, 2000-ഓളം. 200. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹൈയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ ഇന്ത്യൻ ഐലാൻഡ്സ്, ഈസ്റ്റേൺ ഘട്ട റീജിയനിലൊക്കെയാണ്. നീലഗിരി ക്ലസ്റ്റർ ാണ് എന്ത് ചെയ്യുന്നത്, നാഗർഹോളിന്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ ഘട്ട, അവിടെയാണ് ലാർജസ്റ്റ് ടൈഗർ പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഡാറ്റ മനസ്സിലായി. അപ്പൊ എന്ന് പറയുന്നത് ഇപ്പം 1000 അതിന്റെ ഇരട്ടിയിലധികം കൂടി അല്ലെ മനസ്സിലാക്കേണ്ടത്. 2006 മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരട്ടിയോളം എന്ത് ചെയ്തിട്ടുണ്ട്, 1500 3000-ലധികം ആയിട്ടുണ്ട്. അത്ര ഇൻക്രീസ് ഉണ്ടാവാനുണ്ടായ ഇന്ത്യയിൽ അത് നമ്മളുടെ കൺസർവേഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് അടുത്ത് നോക്കുന്നത്, ഫാക്ടേഴ്സ് that led to rise of the global tiger population in India. ഇതൊക്കെ നമ്മൾ അതിന്റെമായി ബന്ധപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ഡാറ്റ വെച്ച് തന്നെ എഴുതാൻ പറ്റിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നേരത്തെ കണ്ട ആ ഒരു ഗ്രാഫൊക്കെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് പറ്റിക്കഴിഞ്ഞാലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ജസ്റ്റ് 3 വർഷം 4 വർഷത്തെ എണ്ണല്ലോ നോക്കി വെക്കേണ്ടതുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള നമുക്ക് ഇന്ത്യയിൽ ടൈഗറിന്റെ എണ്ണം കൂടി? ഒന്ന് കൺസർവേഷൻ എഫേർട്ട് തന്നെയാണ് അല്ലെ. അത് പറയുന്നത് ടൈഗർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ്, ടൈഗർ സെൻസസും മറ്റതുപോലെ തന്നെ ടൈഗർ പ്രോജക്ട് ടൈഗർ പോലത്തെ ഒരുപാട് കൺസർവേഷൻ എഫേർട്ട് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പോച്ചിങ് നമുക്ക് കേർബ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കേർബ്ഡ് പോച്ചിങ് വിജിലൻസും കാര്യങ്ങളൊക്കെ കൂട്ടി നമുക്ക് ഇത്തരത്തിലുള്ള അതിനെ പിടിക്കലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയാൻ കാരണമായിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോർ ഏരിയയിൽ ഇപ്പം ആളുകളൊക്കെ ഉണ്ടായ സമയത്താണ് നമുക്ക് ഒരുപാട് ഇപ്പം ഈ ഇത്തരത്തിലുള്ള ഇവരുടെ ആക്രമണം, ടൈഗർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് കേട്ടോ. അത് നമുക്കൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അത് പ്രൊജക്ട് എലിഫന്റ് സോറി ടൈഗർ എന്ന് മാത്രമല്ല എല്ലാ അനിമലുമായി ബന്ധപ്പെട്ടും. അപ്പൊ അത് കൺസർവേഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കോർ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും പല ആളുകളെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കോർ ഏരിയയിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ കുറയ്ക്കാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതും അതിന്റെ ഒരു കാരണമായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് റിസ്റ്റോറേഷൻ ആണ്. സരിസ്ക ടൈഗർ റിസർവ്, പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാമ്പിൾ ആണ്. പലപ്പോഴും ഹാബിറ്റാറ്റിൽ ലോസ് ഒക്കെ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ റിസ്റ്റോർ ചെയ്ത് അവിടെ എണ്ണം കൂട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടൈഗേഴ്സ് ഒക്കെ ഒട്ടും ഇല്ലാത്തൊരവസ്ഥ എന്നത് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ സാധിച്ചത്
അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇതിന്റെ എണ്ണം കൂടാനുണ്ടായ കാരണങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ആ എണ്ണ കഴിച്ച് നോക്കി വെക്കണേ. പിന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കൺസേർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് പ്രോജക്ട് ടൈഗറിന്റെ കീഴിൽ വരുന്നത്. ഇന്ത്യയിൽ അങ്ങനെ എഫേർട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ഏതൊക്കെയാണ്? ഗ്ലോബൽ ടൈഗർ 4 ഉണ്ട് അല്ലെ, ഇന്റർനാഷണൽ ഒരു കൊളാബറേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ടൈഗർ കൺസേർവ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ടൈഗർ ഇനീഷ്യേറ്റീവ് ഉണ്ട്, GT എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ 2008 അതും ഗവൺമെന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പലപ്പോഴും ഇത്തരത്തിലുള്ള കൺസർവേഷൻ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസിലൊക്കെ വെറും ഗവൺമെന്റ് മാത്രമായിരിക്കില്ല പൊതുവെ കേട്ടോ, എല്ലായിടത്തും നല്ല ചിലതുള്ളതുണ്ട്. പിന്നെ ഇത് നോക്കി വെക്കണം, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു വെക്കും. 2010 അഡോപ്റ്റ് ചെയ്താണ് ടു ഡബിൾ ദ ടൈഗർ നമ്പർ. 2022 എന്ത് ചെയ്യാ, ടൈഗറിന്റെ നമ്പർ ഉള്ളത് എത്രയാണ് അതിനെ ഡബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ്, ഒരു ഡിക്ലറേഷൻ ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഡിക്ലറേഷൻ. അപ്പൊ അത് അച്ചീവ് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഡബിൾ ചെയ്തിട്ടുണ്ട് എണ്ണം. പിന്നെ ഗ്ലോബൽ ടൈഗർ ഡേ ഉണ്ട്, ജൂലൈ 29 ആണ്. ഇതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യാണ്, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട എഫേർട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. പിന്നെ അതുപോലെ തന്നെ കൺസർവേഷൻ അഷ്യൂർഡ്, ടൈഗർ സ്റ്റാൻഡേർഡ്, കാറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം വർക്ക് കേട്ടോ, അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് വരാം, ഇതിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ടാണ്. പിന്നെ ബൈലാറ്ററൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പല രാജ്യങ്ങളും ഇപ്പൊ ഇന്ത്യ, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ ഇവരെ തമ്മിലൊക്കെ ബൈലാറ്ററലി എന്ത് ചെയ്യുന്നുണ്ട്, പല കൊളാബറേഷൻസ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇന്റർനാഷണൽ ലെവലിൽ പറയാൻ പറ്റുന്ന. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ടൈഗർ കൺസർവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട് അല്ലെ. എന്താണ് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹാബിറ്ററ്റ് ലോസ് ആണ്. ഹാബിറ്റാറ്റ് ആൻഡ് ദ ലോസ് ഓഫ് ദി പ്രേ അല്ലെ. അവർക്ക് ആവശ്യമായ, അവർക്ക് നല്ല രീതിയിൽ ഇര പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവരുടെ എണ്ണം സ്വാഭാവികമായിട്ട് കുറയും അല്ലെ. അപ്പൊ അത് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. പിന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ, ഒന്നെങ്കിൽ മനുഷ്യരെ കൊന്നു അല്ലെങ്കിൽ മനുഷ്യരെ അതിനെ അടിച്ചു കൊന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ മനുഷ്യരെയും ഒരുപാട് അങ്ങനെ കൊല്ലുന്നതും പ്രശ്നം തന്നെയല്ലേ, അത് നമുക്ക് ഇതാക്കേണ്ടതുണ്ട്. പിന്നെ ഫണ്ടാണ് മറ്റൊരു പ്രശ്നം. ഇപ്പൊ ഒരുപാട് സ്റ്റേറ്റ്സ് പിന്നെ അങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടിയും സ്റ്റേറ്റ്സിന് ആവശ്യമുള്ള ഫണ്ട് ഇല്ല. ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ അവസ്ഥ കണ്ടില്ലേ, അതുപോലെ തന്നെ പല സ്റ്റേറ്റ്സിന്റെ അവസ്ഥ, ആവശ്യമുള്ളവർക്ക് ഫണ്ട് ബാക്കിയുള്ള കാര്യത്തിന് തന്നെ ഇല്ല. അതൊക്കെ പിന്നെ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ അവരുടെ ഫണ്ട് ഉണ്ടാവും. അപ്പൊ അവരെപ്പോഴും സെൻട്രൽ ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്, ഫണ്ട് ചോദിച്ചുകൊണ്ട്. ഫണ്ട് ഇല്ലെങ്കിൽ കൺസർവേഷൻ നല്ല രീതിയിൽ നടക്കൂല അല്ലെ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഹണ്ടിങ്ങും പോച്ചിങ്ങും ഇല്ലീഗൽ ട്രേഡും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അവസാനിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ മോണിറ്ററിംഗിലുള്ള പ്രശ്നങ്ങൾ, ഓക്കെ. പിന്നെ സ്റ്റേറ്റ് ബൗണ്ടറീസിലുള്ളത്, അപ്പൊ അത് മോണിറ്ററിംഗിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. നാഷണൽ ബൗണ്ടറീസ് ഉള്ളിടത്തും മോണിറ്ററിംഗിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അനിമൽസും നേരിടുന്നതാണ്. ആവശ്യമുള്ള റെയിൻഫാൾ ഇല്ല, ടെമ്പറേച്ചർ കൂടുതൽ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ. വാട്ടർ അവൈലബിലിറ്റി, വാട്ടർ സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ അതെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദി റിസർവ് ആൾസോ ത്രെട്ടൻഡ് ആണ്. ഇൻവേസീവ് പ്ലാന്റ് സ്പീഷീസ് വരുന്നുണ്ട്. ഇൻവേസീവ് സ്പീഷീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള മറ്റുള്ള പല സ്പീഷീസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, നശിക്കാൻ കാരണമാവും. ഇതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു ഓവറോൾ പ്രൊട്ടക്ഷൻ ലെവൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, കൺസർവേഷൻ എഫേർട്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ആണ്. എപ്പോഴും ചലഞ്ചസും ഉണ്ടാവും കേട്ടോ, അതിനകത്ത് കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. ഇതിന്റെ പ്രായത്തിൽ ഇപ്പൊ ഒരുവിധ അനിമൽസിനൊക്കെ, ടൈഗറിന് മാത്രമല്ല എല്ലാ അനിമൽസിനും ഒക്കെ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പറയാം. പിന്നെ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കാം. അതാണ് അതിൽ അറിയേണ്ട, പ്രോജക്ട് ടൈഗറിൽ അറിയേണ്ട കാര്യം. പിന്നെ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്,
ടൈഗർ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എൻഡേഞ്ചേർഡ് ആണ് സൈറ്റ്സിന്റെ ഇതിൽ കേട്ടോ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 ഒക്കെയാണ് ഉള്ളത്, 1 4 ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈഗറും അല്ലെങ്കിൽ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ് ഇന്ത്യയിൽ കേട്ടോ, നാഷണൽ അനിമൽ ആണ്. ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. സ്മോളസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് ബംഗ്ലാദേശും നേപ്പാളിലും ഭൂട്ടാനിലും കാണാൻ പറ്റും. ഇന്ത്യ ഏകദേശം 70%, മോർ ദാൻ 70% ഓഫ് ദി ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. അപ്പൊ ടൈഗർ പ്രൊട്ടക്ഷനിൽ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ട രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹൈ മൗണ്ടൻ മുതൽ മാംഗ്രോവ് സോംസ്, ടോൾ ഗ്രാസ് ലാൻഡ്സ്, ഡ്രൈ ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ടൈഗർ കൺസർവേഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ, എക്കോളജിക്കൽ നോക്കുകയാണെങ്കിൽ ഇത് അംബർല സ്പീഷീസ് ആണ്, കീസ്റ്റോൺ സ്പീഷീസും കൂടിയാണ്. അംബർല എന്ന് പറയുന്നത് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത് ഹെൽപ് ഡിഫൈൻ ആൻ എൻറ്റയർ എക്കോസിസ്റ്റം അല്ലെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അംബർല സ്പീഷീസ് എന്ന് പറയുന്നത് പിന്നെ ഏകദേശം രണ്ടും ചെറിയ ഒരുപോലെ പറയാറുണ്ട്, എങ്കിലും അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് the key distinction between the umbrella species and keystone species എന്ന് പറയുന്നത് the value of the umbrella species is tied to its geographic species range-മായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലായി, അത്രേ ഉള്ളൂ. രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിൽ കീസ്റ്റോൺ സ്പീഷ്യസും ആണ്, അതേ സമയത്ത് തന്നെ എന്താണ് അംബർല സ്പീഷ്യസും കൂടിയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള സ്പീഷ്യസിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റുള്ള അനിമൽസിനും കൂടി അതിന്റെ പ്രേ ബേസും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യും. കീസ്റ്റോൺ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പീഷ്യസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ അതിന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു അനിമലിനെ മാത്രമല്ല ബാധിക്കുക, സ്വാഭാവികമായിട്ടും മറ്റുള്ള ആ എക്കോസിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യും, അത് ബാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചീറ്റ ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ അതുള്ളത് നമ്മൾ നശിച്ചു പോയതുകൊണ്ടാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ അതിന് പക്ഷെ മറ്റുള്ള വലിയൊരു പ്രശ്നങ്ങളില്ലാത്ത ഏരിയയിലാണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എങ്കിലും ചെറിയ രൂപത്തിലൊക്കെ ബാധിക്കാം, മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഇവിടെയുള്ള നാറ്റീവ് സ്പീഷീസിനെ ചിലപ്പോൾ ബാധിക്കാം. അത് നമുക്ക് അതിന്റെ ഒരു പരീക്ഷണ സമയത്താണല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നിങ്ങൾ റീസെന്റ് കണ്ട ഒരുപാടെണ്ണം ചത്തുപോയിട്ടുണ്ട് അതിലൊക്കെ. അതൊക്കെ ഒരു പ്രശ്നമാണ്. ജസ്റ്റ് നമുക്കൊരു ടോപ്പിക് ആയിട്ട് നിങ്ങൾക്കൊന്ന് ചെറിയ നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രതീക്ഷിക്കാം. ഓക്കെ, അതൊക്കെ അതിന്റെ ഇതാണ്. സിഗ്നിഫിക്കൻസ് പിന്നെ എക്കണോമിക് ആണ്, എക്കോ ടൂറിസം പോലത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികം ഇത് പ്രൊമോട്ട് ചെയ്യും. ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് റവന്യൂ ഉണ്ടാക്കും. പിന്നെ കൾച്ചറൽ സ്പിരിച്വൽ സിമ്പിൾ ഓഫ് പവർ ആണ്, സ്ട്രെങ്ത് ആണ്, ബ്യൂട്ടി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അതൊക്കെയാണ് അതിന്റെ. പിന്നെ സോളിറ്ററി ആണ്, ടെറിറ്റോറിയൽ അനിമൽ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അഡൽറ്റ് മെയിൽ ടെറിട്ടറി എന്ന് പറയുന്നത് ടെറിട്ടറീസ് ഓഫ് ദി 2 to 7 ഫീമെയിൽസ്. സ്ട്രൈപ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആണ് കേട്ടോ, അത് യുണീക്ക് ആണ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഫിംഗർ പ്രിന്റ് പോലെയാണ് അതിന്റെ വര അത് എല്ലാവർക്കും യുണീക്ക് ആയിട്ടാണ് അതിന്റെ രൂപം ഉണ്ടാവുക. അതൊക്കെയാണ് അതിന്റെ ടൈഗർ പ്രോജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. ജസ്റ്റ് നോക്ക്, ഇപ്പൊ 1 മിനിറ്റ് കൊണ്ട് കട്ടാവും. റീജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോജക്ട് എലിഫന്റും കൂടി നോക്കണം. ഈ പറഞ്ഞ ജസ്റ്റ് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.